ഈ സെമിനാറിൻ്റെ ഈ സെഷൻ്റെ അധ്യക്ഷ, ഈ കോളേജിലെ വിവിധ പഠന വിഭാഗങ്ങളിലെ അധ്യാപകരെ, വിദ്യാർത്ഥികൾ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫയേഴ്സ് ഗവൺമെൻറ് ഓഫ് കേരളയുടെയും ഗവൺമെൻറ് സംസ്കൃത കോളേജ് തൃപ്പൂണിത്തുറയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജനാധിപത്യം, ഇന്ത്യൻ ഭരണഘടന, സാമൂഹിക നീതി എന്നീ വിഷയങ്ങളെ മുൻനിർത്തി നടക്കുന്ന ഈ ഏകദിന സെമിനാറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ജനാധിപത്യവും സാമൂഹിക നീതിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ഉദ്ഘാടന സെഷനിൽ ജനാധിപത്യത്തെ സംബന്ധിച്ച് വളരെ വിശദമായ സംഭാഷണങ്ങളും ഉണ്ടായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയ കഴിഞ്ഞ ഒരു 75 വർഷമായി തുടരുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. ജനാധിപത്യം ഒരു ആധുനിക ആശയമെന്ന രീതിയിൽ, ആധുനികമായ ഒരു രാഷ്ട്രീയ സംസ്കാരം എന്ന നിലയിൽ യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഉണ്ടായി വന്ന ചരിത്രപരമായ പല രാഷ്ട്രീയ മാറ്റപ്രക്രിയയുടെ ഭാഗമായി ഉണ്ടായി വന്നതാണ്. അതിൽ യൂറോപ്പിലുണ്ടായ നവോത്ഥാന സംരംഭങ്ങൾ, യൂറോപ്യൻ സമൂഹത്തിലുണ്ടായ മധ്യകാല രാജവാഴ്ചയ്ക്കും മധ്യകാലത്ത് സമൂഹത്തെ അടിമുടി സ്വാധീനിച്ചു നിന്ന പൗരോഹിത്യ രൂപങ്ങൾക്കും അതിൻ്റെ അധികാര കോയ്മയ്ക്കും എതിരായി വന്ന ഒരു വലിയ രീതിയിലുള്ള രാഷ്ട്രീയ, സാമൂഹിക, ബൗദ്ധിക, സാംസ്കാരിക പ്രക്ഷോഭങ്ങളുടെയൊക്കെ ഭാഗമായി ഉണ്ടായതാണ് ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ആശയം. അത് നമ്മുടെ സാമാന്യ ധാരണയിൽ ഒരു രാഷ്ട്രീയ ആശയം എന്ന രീതിയിൽ, ഒരു ഭരണ പ്രക്രിയ എന്ന രീതിയിൽ ആണ് സാധാരണ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ജനാധിപത്യം വളരെ വിപുലമായിട്ടുള്ള ഒരു സങ്കല്പവും വിപുലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രൂപവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജനാധിപത്യവും സാമൂഹിക നീതിയും തമ്മിലുള്ള പാരസ്പര്യ ബന്ധം എന്ന് പറയുന്നത് ജനാധിപത്യത്തോളം തന്നെ വളരെ പഴക്കമുള്ള രണ്ട് സങ്കല്പമാണ്. ഇന്ത്യയിലാവട്ടെ ഈ സമൂഹത്തിലെ മേൽക്കോയ്മ ബന്ധങ്ങൾക്ക് എതിരായിട്ടാണ് ജനാധിപത്യപരമായ ആശയങ്ങൾ വികസിച്ചു വന്നത്. അതിൽ 2-3 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത്, ഇന്ത്യ ദീർഘകാലം വിദേശാധിപത്യത്തിൽ നിലനിന്ന ഒരു രാജ്യമാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻ കൊളോണിയൽ ആധിപത്യത്തിൽ നിലനിന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അതൊരു വൈദേശിക ആധിപത്യത്തിനെതിരായി ഇന്ത്യയിലെ ജനങ്ങൾ സ്വയം ഐക്യപ്പെട്ട് രൂപപ്പെടുത്തിയ ഒരു ദേശീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഉണ്ടായി വന്നതാണ് ഇന്ത്യയിൽ ജനാധിപത്യ ആശയം, അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള സങ്കല്പങ്ങൾ. കൊളോണിയൽ വിരുദ്ധമായ ഒരു ദേശീയ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യക്കാർ അവരുടെ ജനാധിപത്യപരമായ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും ആശയങ്ങളും വികസിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ പൊതുവെ കൊളോണിയൽ വിരുദ്ധമായ ദേശീയതയും ആ ദേശീയതയുടെ ഉള്ളിൽ നിന്ന് വികസിപ്പിച്ച സ്വരാജിനെ കുറിച്ചുള്ള സങ്കല്പവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വരാജ്, സ്വാതന്ത്ര്യം, വിമോചനം എന്നീ ആശയങ്ങൾ ജനാധിപത്യവുമായി വളരെ ഇന്ത്യൻ അനുഭവത്തിൽ വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ കൊളോണിയൽ വിരുദ്ധമായ ദേശീയ സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം കൊളോണിയൽ വിരുദ്ധ സമരങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നേ ഇന്ത്യയിൽ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായി വന്ന സാമൂഹിക നവീകരണ പ്രസ്ഥാനങ്ങളും സാമൂഹികമായിട്ടുള്ള നവോത്ഥാന സംരംഭങ്ങളും ജനാധിപത്യ ആശയങ്ങളെ രൂപപ്പെടുത്തുന്നതിലും മുന്നോട്ട് ചലിപ്പിക്കുന്നതിനും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുണ്ട്. കേരളത്തിലെ നവോത്ഥാന സംരംഭങ്ങൾ ഇന്ത്യയിലെമ്പാടും നടന്ന സാമൂഹികമായിട്ടുള്ള തുല്യതയ്ക്കും സാമൂഹികമായ അടിച്ചമർത്തലിനും എതിരായി നടന്ന പ്രക്ഷോഭങ്ങളും സമരങ്ങളുമൊക്കെ ഇന്ത്യയിലെ ജനാധിപത്യ ആശയങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും
അത് ജനാധിപത്യത്തെ ഒരേ സമയം തന്നെ ഒരു നീതി സങ്കല്പവുമായി ബന്ധിപ്പിക്കുന്നതിനും ചരിത്രപരമായി വളരെ പ്രധാനപ്പെട്ട രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ ഈ സാമൂഹ്യ നവോത്ഥാന നവീകരണ പ്രസ്ഥാനങ്ങളും അത് ഉയർത്തിക്കൊണ്ടുവന്ന ജാതിവിരുദ്ധമായിട്ടുള്ള സമനീതി തുല്യനീതി സങ്കല്പങ്ങളും ദേശീയ പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവന്ന സ്വരാജിനെക്കുറിച്ചുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും കൂടിച്ചേർന്ന ഒരു ആശയമണ്ഡലമാണ് ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയ ജനാധിപത്യത്തെ മുന്നോട്ട് വികസിപ്പിച്ച പ്രധാനപ്പെട്ട ആശയങ്ങൾ. അങ്ങനെ സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ അതിൻ്റെ തുടർച്ചയിൽ ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി മാറുകയും നമ്മുടെ രാഷ്ട്രീയ പരമാധികാരം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളിൽ നിക്ഷിപ്തമാവുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളും എല്ലാ പ്രദേശങ്ങളുടെയും ജനങ്ങളുടെ ആശയാഭിലാഷങ്ങളെ ഏകീകരിച്ചുകൊണ്ട് നമ്മളൊരു ഭരണഘടനാ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ അധികാര ഭരണ വ്യവസ്ഥയെ നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായി നമ്മൾക്ക് ഒരു റിപ്പബ്ലിക്കൻ ഭരണഘടന നമ്മൾ ഉണ്ടാക്കുകയും ഭരണഘടനാ അസംബ്ലിയിൽ നമ്മൾ ചർച്ച ചെയ്ത് ഒട്ടനവധി അഭിപ്രായങ്ങൾ സ്വീകരിച്ചൊരു ദേശീയ സമവായത്തിലൂടെ ഒരു ദേശീയ രേഖ എന്ന രീതിയിൽ ഭരണഘടന നമ്മൾ സംവിധാനം ചെയ്യുകയും അങ്ങനെ ഭരണഘടനാധിഷ്ഠിതമായൊരു ജനാധിപത്യ പ്രക്രിയയിലേക്ക് നമ്മൾ ക്രമേണ രൂപപ്പെട്ടു വരികയും അതിൻ്റെ ഭാഗമായി ഒരു ഭരണഘടനാ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായൊരു ദേശരാഷ്ട്രമായി വികസിക്കുകയും ആ ഭരണഘടനാ ജനാധിപത്യത്തെ ഒരു പാർലമെൻ്ററി വ്യവസ്ഥയിലൂടെ പാർലമെൻ്ററി സംസ്കാരത്തിലൂടെ പാർലമെൻ്ററി സംവിധാനത്തിലൂടെ പാർലമെൻ്ററി സ്ഥാപനങ്ങളിലൂടെ അതിനെ നിലനിർത്തുകയും കഴിഞ്ഞ 75 വർഷമായ ആ പ്രക്രിയ നമ്മൾ തുടരുകയുമാണ് ചെയ്യുന്നത്. 75 വർഷമായി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നിട്ട് അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ 75ാമത് വർഷം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും ഇന്ത്യൻ റിപ്പബ്ലിക്കും അത് എല്ലാം കൂടി ഉൾക്കൊണ്ട് നിൽക്കുന്ന നമ്മുടെ ഇന്ത്യയുടെ അടിസ്ഥാനപരമായ മതേതര ജനാധിപത്യ സങ്കല്പങ്ങളും നമ്മുടെ സാമൂഹിക ചരിത്ര ജീവിതത്തെ വളരെ നിർണയിക്കുന്ന ഒന്നായി നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ജനാധിപത്യ സംവിധാനത്തെയും ജനാധിപത്യ സ്ഥാപനങ്ങളെയും ജനാധിപത്യ പ്രക്രിയയും നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഇന്ത്യക്കാർക്ക് ഒരു ദേശീയ ജനത എന്ന രീതിയിൽ അതിജീവിക്കാൻ കഴിയൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. അങ്ങനെ വരുമ്പോൾ ഭരണഘടനാ ജനാധിപത്യത്തിൻ്റെ അടിത്തറയായി നിന്നുകൊണ്ടാണ് നമ്മൾ ജനാധിപത്യത്തെ കൂടുതലും മനസ്സിലാക്കുന്നത്. അതാകട്ടെ ഒരു ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയാണ്. സാങ്കേതികമായ അർത്ഥത്തിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി എന്ന് പറയും. സ്ഥാപനങ്ങളിലൂടെയാണ് നമ്മൾ ജനാധിപത്യത്തെ മനസ്സിലാക്കുന്നത്. പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെയുള്ള ഭരണകൂടത്തെ ചലിപ്പിക്കുന്ന ജനങ്ങളുടെ ഇച്ഛയെ അവരുടെ രാഷ്ട്രീയാഭിലാഷങ്ങളെ പ്രകടിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ രൂപപ്പെട്ടു വരുന്ന പാർലമെൻ്ററി സ്ഥാപനങ്ങളിലൂടെയാണ് നമ്മൾ ജനാധിപത്യത്തെ മനസ്സിലാക്കുന്നത്. പഞ്ചായത്ത്, അതിനേക്കാൾ ഉയർന്ന ജില്ലാ പഞ്ചായത്ത്, നിയമസഭ, പാർലമെൻ്ററി ഇരുസഭകൾ തുടങ്ങിയിലൂടെ പ്രാതിനിധ്യത്തിൻ്റെ സ്വഭാവത്തിലൂടെ ഭരിക്കപ്പെടുകയും പ്രാതിനിധ്യാധിഷ്ഠിതമായ ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തെ നമ്മൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയിലൂടെയാണ് നമുക്ക് ജനാധിപത്യം പരിചിതമാകുന്നത്. അതുകൊണ്ടാണ് ജനാധിപത്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൂടെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് നമ്മൾ ജനാധിപത്യത്തെ മനസ്സിലാക്കുന്ന. ഈ ജനാധിപത്യ പ്രക്രിയയാണ് രാഷ്ട്രീയ ജനാധിപത്യം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറയുന്നത്. രാഷ്ട്രീയ ജനാധിപത്യമാണ്. പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെയാണ് നമ്മൾ ജനാധിപത്യത്തെ നമ്മൾ മനസ്സിലാക്കുകയും നമ്മളതിനെ പ്രവർത്തിപ്പിക്കുകയും ചലിപ്പിക്കുകയും നമ്മൾക്ക് വേണ്ടി, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെ തന്നെ പ്രതിനിധീകരിക്കുന്ന പ്രതിനിധികളിലൂടെ നമ്മളെ ഭരിക്കുന്ന ഈ ഭരണകൂടത്തെ ചലിപ്പിക്കുന്ന, അത് ജനക്ഷേമകരമായി വെൽഫെയറിൻ്റെ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഭരണ പ്രക്രിയ നമ്മൾ നിലനിർത്തുന്നു എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടിത്തറ. അങ്ങനെ വരുമ്പോൾ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കല്പം എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പാണ്. പൗരത്വം എന്ന് പറയുന്ന സങ്കല്പം ഇന്ത്യൻ ഭരണഘടനയിൽ തുല്യ പൗരത്വ സങ്കല്പമാണ്. ഈക്വൽ സിറ്റിസൺഷിപ്പാണ്. മതത്തിൻ്റെയോ ജാതിയുടെയോ പ്രദേശത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ പൗരന്മാരെ നമ്മൾ വേർതിരിക്കാറില്ല. പൗരത്വത്തിൻ്റെ അടിത്തറ ഇന്ത്യയിൽ ജീവിച്ച് നിലനിൽക്കുക എന്നുള്ളതാണ്.
മതജാതി ഭേദരൂപങ്ങളോ ലിംഗപരമായിട്ടുള്ള വിവേചനങ്ങളോ ഒന്നും ഇന്ത്യൻ ഭരണഘടനാ പൗരത്വത്തിൻ്റെ അടിസ്ഥാനമായി അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ തുല്യ പൗരത്വമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പരമാധികാരമാണ്. സോവേർണിറ്റി എന്ന് പറയും, പരമാധികാരം. അതായത് ഇന്ത്യയുടെ പരമാധികാരം എന്ന് പറയുന്നത് ജനങ്ങളിൽ നിക്ഷിപ്തമാണ്, ഈ പൗരന്മാരിൽ നിക്ഷിപ്തമാണ് നമ്മുടെ പരമാധികാരം. ഭരണാധികാരികളല്ല പരമാധികാരികൾ. ഇന്ന് പല ഭരണാധികാരികളും അവർ പരമാധികാരികളായി പെരുമാറുന്നു, അല്ലെങ്കിൽ പരമാധികാരികളെ പോലെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അവരങ്ങനെ വിശ്വസിക്കുന്നു. അവരുടെ പരമാധികാരം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷേ ഭരണഘടനാപരമായി ജനാധിപത്യപരമായി പരമാധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു ജനാധിപത്യ ഭരണഘടനാ സംവിധാനമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ അതിനു മുമ്പുണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള പരമാധികാര രൂപങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് നിഷേധിച്ചുകൊണ്ട് ജാതിയുടെ, പ്രദേശത്തിൻ്റെ, മതത്തിൻ്റെ, ഭൂപ്രഭുത്വത്തിൻ്റെ, ഫ്യൂഡൽ സംവിധാനത്തിൻ്റെ, ജന്മിത്വത്തിൻ്റെ, ആണധികാരത്തിൻ്റെ എല്ലാ തരത്തിലുള്ള കോയ്മ രൂപങ്ങളെയും പരമാധികാര രൂപങ്ങളെയും കുടഞ്ഞു കളഞ്ഞുകൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ജനങ്ങളിൽ പരമാധികാരം നിക്ഷിപ്തമാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ ജനാധിപത്യം ഭരണഘടനാ ജനാധിപത്യമായിട്ട് നിലനിൽക്കുന്നത്. എങ്കിൽ പോലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ, സാംസ്കാരിക ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ നമ്മൾ ഭരണഘടന നിലവിൽ വന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഒഴിവാക്കിയ പല പാരമ്പര്യ മൂല്യങ്ങളും, ജാതി, വർഗം, പ്രദേശം, അതുപോലെ തന്നെ പാരമ്പര്യമായിട്ടുള്ള ചില അവകാശ ക്രമങ്ങൾ എന്നിവയുടെ ചില മൂല്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ബോധപൂർവമല്ലാതെയും ഇന്ത്യൻ സമൂഹം പല രീതിയിൽ നിലനിർത്തുന്നു എന്നുള്ളതാണ്. ലിംഗഭേദങ്ങളുടെ, ജാതിയുടെ, സമുദായത്തിൻ്റെ, മതത്തിൻ്റെ ചില വിവേചന രൂപങ്ങൾ, സാംസ്കാരിക അവബോധങ്ങൾ, സാമൂഹിക മൂല്യങ്ങൾ എന്നിവ നിലനിർത്തുന്നുണ്ട്. ആ മൂല്യങ്ങളെല്ലാം തന്നെ അടിസ്ഥാനപരമായി ഭരണഘടനയുടെ മൂല്യങ്ങൾക്ക് എതിരാണെങ്കിൽ ജനാധിപത്യം മുന്നോട്ട് ചലിപ്പിക്കുന്നില്ല. ജനാധിപത്യത്തിൻ്റെ അനസ്യൂതമായ തുടർച്ചയ്ക്ക് ഇത്തരം പാരമ്പര്യ മൂല്യങ്ങളെതിരായി വരും. അത് ലിംഗഭേദങ്ങളെ നിലനിർത്തുന്ന ആൺകോയ്മ മൂല്യങ്ങളാവാം, അത് ജാതിയെ നിലനിർത്തുന്ന, ജാതി വരേണ്യതയെ നിലനിർത്തുന്ന ജാതിക്കോയ്മയുടെ മൂല്യങ്ങളാവാം, ഭൂരിപക്ഷ മതവാദത്തിൻ്റെ മൂല്യങ്ങളാവാം, മറ്റ് പല രീതിയിലുള്ള സാമൂഹികമായ പിന്തിരിപ്പൻ ആശയങ്ങളാവാം. ഇതെല്ലാം തന്നെ അടിസ്ഥാനപരമായി ഭരണഘടനാ മൂല്യങ്ങൾക്ക് എതിരാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതില്ലാതാക്കിക്കൊണ്ട് സമൂഹത്തിൽ ജനാധിപത്യ മൂല്യങ്ങൾ പുലരണമെങ്കിൽ ജനാധിപത്യം ഒരു ജീവിത രീതിയായി നമ്മൾ വികസിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ രാഷ്ട്രീയ ജനാധിപത്യ സങ്കല്പമാണ് ഭൂരിപക്ഷമായ നമ്മൾക്ക് എല്ലാ പേരിലും നമ്മൾക്ക് പരിചിതമായിരിക്കുന്നു. രാഷ്ട്രീയ ജനാധിപത്യത്തെക്കുറിച്ചുള്ള, പാർലമെൻ്ററി ജനാധിപത്യത്തെക്കുറിച്ചുള്ള, ജനാധിപത്യ സ്ഥാപനങ്ങളിലൂടെയുള്ള, രാഷ്ട്രീയ പാർട്ടികളിലൂടെ, തെരഞ്ഞെടുപ്പുകളിലൂടെയുള്ള രാഷ്ട്രീയ ജനാധിപത്യത്തിൻ്റെ കാഴ്ചപ്പാടാണ് നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ഏറ്റവും കൂടുതലുള്ള ധാരണ. പക്ഷേ ജനാധിപത്യം ഒരു ജീവിത രീതിയാണ്, ജനാധിപത്യം ഒരു ലോകവീക്ഷണമാണ്, ജനാധിപത്യം ഒരു ജീവിത സംസ്കാരമാണ്. ആ രീതിയിൽ കാണുമ്പോൾ ജനാധിപത്യത്തിന് വിപുലവും വൈപുല്യമായ പലതരത്തിലുള്ള മാനങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സാമൂഹിക ജനാധിപത്യം എന്ന് പറയുന്ന സങ്കല്പം. സാമൂഹിക ജനാധിപത്യം നമ്മുടെ സാമൂഹിക ബന്ധങ്ങളിൽ, സാമൂഹ്യ ജീവിതത്തിൽ, കുടുംബ ബന്ധങ്ങളിൽ, നമ്മുടെ സൗഹൃദങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ സഹജീവികളോട്, മറ്റു മനുഷ്യരോട്, അയൽക്കാരോട്, മറ്റ് സമുദായങ്ങളോട്, സാമൂഹ്യ വിഭാഗങ്ങളോട് പരസ്പരം ആദരവോടുകൂടിയും പരസ്പരം ബഹുമാനത്തോടുകൂടിയുള്ള സാമൂഹ്യ ഇടപാടുകൾ, തുല്യ രീതിയിലുള്ള സാമൂഹ്യ ഇടപാടുകൾ നിലനിർത്തുമ്പോഴാണ്, അത് വികസിപ്പിക്കുമ്പോഴാണ് ജനാധിപത്യം സാമൂഹ്യ ജീവിതത്തിൻ്റെ അടിത്തറയായി മാറുന്നത്. അങ്ങനെയുള്ള ഒരു സാമൂഹിക ജീവിതത്തിൽ ജനാധിപത്യപരമായിട്ടുള്ള ഇടപെടലുകൾ, ജനാധിപത്യപരമായിട്ടുള്ള ജീവിത കാഴ്ചപ്പാടുകൾ, ജനാധിപത്യപരമായ ദൈനംദിന ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ, സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, സൗഹൃദ ബന്ധങ്ങൾ, ഇതെല്ലാം ജനാധിപത്യപരമായ രീതിയിലേക്ക് വികസിപ്പിച്ചാൽ മാത്രമേ ഒരു സമൂഹം, ഒരു രാജ്യം അത് പൂർണ്ണാർത്ഥത്തിൽ ജനാധിപത്യപരമായി വികസിക്കുന്ന ഒരു സമൂഹമായി, സാമൂഹിക ക്രമമായി മാറുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരണമെങ്കിൽ ജനാധിപത്യത്തെ ഒരു ഡിസെൻറ്റ് കൾച്ചറായി നമ്മൾ മനസ്സിലാക്കണം. ഡിസെൻറ്റ് കൾച്ചറിന് വിയോജിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുവാനും വിയോജിപ്പുകളെ അംഗീകരിക്കുവാനും, വിയോജിപ്പ് പറയുന്ന ആളുകളെ, പറയുന്ന
വ്യക്തികളെ ആദരവോടുകൂടി സമീപിക്കുവാനും അവരോട് ജനാധിപത്യപരമായ സംവാദത്തിലേർപ്പെടാനും പറ്റുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരം വികസിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യ പോലെയുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ പ്രദേശപരമായും സാംസ്കാരികമായും ജനജീവിതത്തിൽ ഒക്കെ പലമകളും വൈവിധ്യമുള്ള ഒരു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന രീതിയിൽ വിമർശനങ്ങളെയും വിയോജിപ്പുകളെയും അംഗീകരിക്കുവാനും ആദരിക്കുവാനും അതിൽ ശരിയായത് സ്വീകരിക്കുവാനും കഴിയുന്ന രീതിയിലേക്ക് വ്യക്തികളുടെയും സാമൂഹ്യ വിഭാഗങ്ങളുടെയും രാഷ്ട്രീയ ബോധ്യമുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ രാഷ്ട്രീയ ആശയങ്ങൾ പിന്തുടരുന്ന ആളുകൾ ഒരു ജനാധിപത്യ സംസ്കാരം വികസിപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ രാഷ്ട്രീയ ജനാധിപത്യത്തെ മുന്നോട്ട് ചലിപ്പിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിയോജിപ്പുള്ള ആളുകളെ തള്ളിപ്പറയുകയും വിയോജിപ്പ് പറയുന്ന ആളുകളെ അടിച്ചമർത്തുകയും ചെയ്യുന്നത് പലപ്പോഴും ഭൂരിപക്ഷവാദത്തിൻ്റെ പേരിലായിരിക്കും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വളർച്ചയുടെ ചരിത്രപരമായ വളർച്ചയുടെ തലത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ മജോറിറ്റേറിയാനിസം ഈസ് നോട്ട് ഡെമോക്രസി. ഭൂരിപക്ഷവാദം, മതഭൂരിപക്ഷവാദം, സമുദായ ഭൂരിപക്ഷവാദം, സാംസ്കാരിക ഭൂരിപക്ഷം ഒന്നും അടിസ്ഥാനപരമായ ജനാധിപത്യ വിരുദ്ധമാണ്. അതായത് ഭൂരിപക്ഷം എന്ന് പറയുന്നത് മതഭൂരിപക്ഷമല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കും. ഭൂരിപക്ഷം എന്ന് പറയുന്നത് സമുദായ ഭൂരിപക്ഷമല്ല. ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിലുള്ള മതരാഷ്ട്രവാദമല്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ജനാധിപത്യം ഭൂരിപക്ഷമാണെന്നും ജനാധിപത്യം മതഭൂരിപക്ഷമാണെന്നും ജനാധിപത്യം ചില പ്രത്യേക സമുദായങ്ങളുടെ താല്പര്യങ്ങളുടെ ഒരു ഭൂരിപക്ഷമാണെന്നും പരക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ ആശയമായി ചർച്ച ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മജോറിറ്റേറിയാനിസം ഈസ് ആൻറ്റി ഡെമോക്രാറ്റിക് ഐഡിയ. മതഭൂരിപക്ഷവാദം, സാമുദായിക ഭൂരിപക്ഷവാദം, പ്രദേശത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ മതത്തിൻ്റെയോ ഭാഷയുടെയോ ജാതിയുടെയോ പേരിലുള്ള ഭൂരിപക്ഷവാദം ജനാധിപത്യമല്ല എന്ന് മാത്രമല്ല, അത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. ഭൂരിപക്ഷം ഭരണം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്ന ഒന്നല്ല. ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്നതോ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ റദ്ദാക്കുന്നതോ ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളിൽ കയ്യേറുന്നതോ ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, ജീവിത സംസ്കാരം, വിശ്വാസം എന്നിവയ്ക്കെതിരായി പെരുമാറുന്നതോ ചിന്തിക്കുന്നതോ ആലോചിക്കുന്നതോ ജനാധിപത്യ വിരുദ്ധമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ജനാധിപത്യ സംസ്കാരത്തിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷങ്ങളെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ, അത് ഭാഷാ ന്യൂനപക്ഷമാവാം, സംസ്കാരത്തിൻ്റെ തലത്തിലുള്ള ന്യൂനപക്ഷമാവാം, മതപരമായിട്ടുള്ള ന്യൂനപക്ഷങ്ങളാവാം, വൈവിധ്യങ്ങളായിട്ടുള്ള ന്യൂനപക്ഷ സംസ്കാരത്തെയും ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യയിൽ ജനാധിപത്യത്തിന് ഭാവിയുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരുമ്പോൾ നമ്മൾ അപരത്വം എന്ന് അപരരായി മനുഷ്യരെ കാണുക, മതത്തിൻ്റെ പേരിൽ അപരരായി മനുഷ്യരെ കാണുക, അപരരായ മനുഷ്യരെ മോശക്കാരായി ചിത്രീകരിക്കുക. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില മനുഷ്യരെ, ചില സമുദായങ്ങളെ, ചില മതവിശ്വാസികളെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളെ മതപരമായി വേർതിരിക്കുകയോ അവരുടെ മതവിശ്വാസ രൂപങ്ങളെ പൈശാചികവൽക്കരിക്കുകയോ അതിനെ തെറ്റായി പ്രചരിപ്പിക്കുക, അവരെ ആരാധനാലയങ്ങൾക്കെതിരായ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുക ഒക്കെ അടിസ്ഥാനപരമായി ഭൂരിപക്ഷത്തിൻ്റെ പേരിൽ ന്യായീകരിക്കപ്പെടുന്നത് തികച്ചും ജനാധിപത്യ വിരുദ്ധം മാത്രമല്ല, അത് ഏകാധിപത്യ സ്വഭാവമുള്ള ഒന്നാണെന്ന് നമ്മൾ ഈ ജനാധിപത്യത്തിൻ്റെ ചർച്ചയിൽ മനസ്സിലാക്കുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ നവോത്ഥാന കാലഘട്ടത്തിൽ ഉണ്ടായി വന്ന ജനാധിപത്യ ആശയങ്ങളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് സാഹോദര്യത്തെക്കുറിച്ചുള്ള സങ്കല്പമായിരുന്നു. അതിലേറ്റവും കൂടുതൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് ആ രീതിയിൽ സംഭാവന ചെയ്തിട്ടുള്ള ഒരു പ്രദേശം കേരളമാണ്. പ്രത്യേകിച്ച് നാരായണ ഗുരുവിൻ്റെ ചിന്തയാണ് സാഹോദര്യത്വം എന്ന് പറയുന്ന സങ്കല്പം. ഇപ്പം പാശ്ചാത്യ ജനാധിപത്യ സങ്കല്പത്തിലേക്ക് ഇന്ത്യനായിട്ടുള്ള ചില അടിസ്ഥാനപരമായ ചില ധാർമ്മികവും ചില നൈതികവുമായിട്ടുള്ള സങ്കല്പങ്ങൾ നമ്മൾ ചേർക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത്. ലോകത്തിൽ ഫ്രട്ടേണിറ്റി, സാഹോദര്യത്വം എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മൂല്യവും സങ്കല്പവുമാണ്. ഇന്ത്യയിൽ നാരായണ ഗുരു ആണ് യഥാർത്ഥത്തിൽ
ഈ സാഹോദര്യത്വം എന്ന് പറയുന്ന സങ്കല്പം സാമൂഹ്യ ജീവിതത്തിൻ്റെ, മനുഷ്യജീവിതത്തിൻ്റെ അടിത്തറയാക്കി മാറ്റുകയും അത് നമ്മുടെ ഭരണഘടനാ മൂല്യമായി പിന്നീട് മാറുകയാണ് ചെയ്തത്. നമ്മുടെ ഭരണഘടനാ മൂല്യമായി മാറുകയാണ്. അതിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ അപരത്വത്തെ ഇല്ലാതാക്കുക എന്ന്. അപരത്വത്തെ ഇല്ലാതാക്കുന്ന അപരരായ മനുഷ്യരെ, മറ്റ് മതങ്ങളിൽപ്പെട്ട ആളുകൾ, മറ്റ് വിശ്വാസങ്ങളിൽപ്പെട്ട ആളുകൾ, മറ്റ് സംസ്കാര രൂപങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ, അവരെ സാഹോദര്യത്തോടുകൂടി ഉൾക്കൊള്ളുകയും അവർക്ക് തുല്യമായ രീതിയിൽ സ്വംപരസങ്കല്പം എന്ന് പറയും. ഞാൻ എനിക്ക് അയൽക്കാരനായിട്ടുള്ള മറ്റ് സമുദായ വിഭാഗങ്ങളെ ഞാൻ എന്നെപ്പോലെ തന്നെ കാണുന്ന ഒരു സാഹോദര്യ ചിന്തയിലാണ് നമ്മുടെ ജനാധിപത്യ സംസ്കാരം വികസിച്ചത്, അല്ലെങ്കിൽ വികസിക്കേണ്ടത് എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനമായ സാഹോദര്യബോധത്തിൻ്റെ അടിത്തറയിലുള്ള ജനാധിപത്യത്തിന് സംഭാവന ചെയ്ത പ്രധാനപ്പെട്ട ചിന്തകൻ എന്ന നിലയിൽ നാരായണ ഗുരുവും അതിന് മുന്നേ തന്നെ ഈ സങ്കല്പത്തെ മറ്റൊരു രീതിയിൽ ഇന്ത്യയിലെ ഈ മേൽക്കോയ്മ പ്രത്യയശാസ്ത്രമായി, നൂറ്റാണ്ടുകളായി ഇന്ത്യയിലെ മേൽക്കോയ്മ പ്രത്യയശാസ്ത്രമായി നിലനിന്നത് ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ആശയമാണ്. ജാതി ബ്രാഹ്മണ്യം എന്ന് പറയും. ജാതിഭേദങ്ങളെയും സാമൂഹികമായ മേൽക്കോയ്മ ബന്ധങ്ങളെയും വർണ്ണജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ സാധൂകരിക്കുകയും നിലനിർത്തുകയും ചെയ്ത ജാതി ബ്രാഹ്മണ്യത്തിനെതിരായിട്ടുള്ള സാഹോദര്യ പ്രത്യയശാസ്ത്രമായി, തുല്യതാ സങ്കല്പമായി ബുദ്ധൻ മുന്നോട്ട് വച്ച രണ്ട് അടിസ്ഥാന സങ്കല്പമാണ് മൈത്രി എന്ന് പറയുന്ന സങ്കല്പവും, മൈത്രി എന്ന് പറഞ്ഞ സങ്കല്പവും അനുകമ്പ എന്ന് പറയുന്ന സങ്കല്പം. അനുകമ്പയും മൈത്രിയുമാണ് ബുദ്ധൻ ജനവിഭാഗങ്ങളോട് പരസ്പരം പാലിക്കേണ്ട ഒരു ജീവിത സംസ്കാരമായി, ജീവിതത്തിലെ ഇടപാട് എന്ന രീതിയിൽ മൈത്രി വേണം, മനുഷ്യന് കരുണ വേണം. ഇപ്പം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ധാർമ്മിക മൂല്യം എന്ന് പറയുന്നത് മൈത്രിയും അനുകമ്പയും സാഹോദര്യത്വവുമാണ്. ഇപ്പം സാഹോദര്യത്വം, മൈത്രി, അനുകമ്പ എന്നിവ മറ്റു മനുഷ്യരോടുള്ള ഇടപാടുകളിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, വ്യക്തികളുമായിട്ടുള്ള സാമൂഹ്യ ബന്ധങ്ങളിൽ നമ്മൾ പാലിക്കുമ്പോഴാണ് ജനാധിപത്യം ഒരു ജീവിത സംസ്കാരമായി നമ്മൾ രൂപപ്പെടുത്തുന്നത്. ആ മൈത്രിയും കരുണയും അനുകമ്പയും നമ്മൾ സാഹോദര്യത്വവും നമ്മുടെ ജനാധിപത്യ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് അട്ടിമറിക്കുന്ന ഒരു ഭൂരിപക്ഷ മതരാഷ്ട്രവാദം നമ്മുടെ ജനാധിപത്യ സംസ്കാരത്തിനെതിരായി വളർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന, നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം അഭിമുഖീകരിക്കുന്ന വലിയ ഒരു പ്രതിസന്ധി എന്ന് നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും, സ്ത്രീകൾ ഉൾപ്പെടെ, പ്രാതിനിധ്യം ലഭിക്കുന്ന ഒന്നായി ജനാധിപത്യത്തെ നമ്മൾ വികസിപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും പ്രാതിനിധ്യം കിട്ടുന്ന ഒരു ജനാധിപത്യത്തിലൂടെ മാത്രമേ, ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഒരു അപക്വമായിട്ടുള്ള ഒരു സങ്കല്പമാണ്, ഇതൊരു ഭൂരിപക്ഷ ഭരണമാണ് ജനാധിപത്യം എന്നത്, ഭൂരിപക്ഷവാദമാണ് ജനാധിപത്യം എന്നത്. നമ്മൾ ജനാധിപത്യത്തെ തെറ്റായി മനസ്സിലാക്കുന്നതാണ്. ജനാധിപത്യം പ്രാതിനിധ്യമാണ്. എല്ലാ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക്, എല്ലാ സാമൂഹിക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക്, സ്ത്രീ പുരുഷന്മാർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, സമൂഹത്തിൽ പിന്നണിയിൽപ്പെട്ട ജനവിഭാഗങ്ങൾക്ക്, അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക്, സാമൂഹികമായി പുറന്തള്ളപ്പെട്ട ജനവിഭാഗങ്ങൾക്ക്, ന്യൂനപക്ഷങ്ങൾക്ക്, ഇന്ന് ട്രാൻസ്ജെൻഡർ എന്ന് വിളിക്കുന്ന ജനവിഭാഗങ്ങൾ എല്ലാവർക്കും മതിയായതും ആനുപാതികവുമായിട്ടുള്ള പ്രാതിനിധ്യം ഭരണ സംവിധാനത്തിൽ, വിഭവങ്ങളിൽ, തീരുമാനമെടുക്കുന്ന രാഷ്ട്രീയ സമിതികളിൽ ഉണ്ടാവുമ്പോഴാണ് ജനാധിപത്യം ഭൂരിപക്ഷമായിട്ടുള്ള ഒരു സംസ്കാരമായി മാറുന്നത്. അപ്പോഴാണ് പ്രാതിനിധ്യമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. പ്രാതിനിധ്യമാണ് ജനാധിപത്യം. പക്ഷെ കഴിഞ്ഞ 70 വർഷക്കാലത്തെ, 75 വർഷക്കാലത്തെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അനുഭവത്തിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും, എല്ലാ പ്രദേശത്തിലുള്ള ആളുകൾക്കും, എല്ലാ സാമൂഹിക നിലകളിലുള്ള ആളുകൾക്കും തുല്യമായ പ്രാതിനിധ്യം കിട്ടുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രീയ സംസ്കാരത്തിലേക്ക്, ഒരു ജനാധിപത്യ ഭരണക്രമത്തിലേക്ക് നമുക്ക് വികസിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്ത്രീകൾക്ക് ഇന്ത്യൻ പാർലമെൻറ്റ് ഉൾപ്പെടെ, ഇന്ത്യനിലെ സംസ്ഥാനങ്ങളിലെ ഭരണ സംവിധാനങ്ങൾ ഉൾപ്പെടെ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല. ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ആനുപാതികമായ, ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം കിട്ടിയില്ല. അധികാരത്തിൽ പ്രാതിനിധ്യം കിട്ടിയില്ല. അപ്പോൾ അധികാരത്തിൽ പ്രാതിനിധ്യം, അധികാരത്തിൽ പങ്കാളിത്തം, വിഭവങ്ങളിൽ, മൂലധനങ്ങളിൽ, വിജ്ഞാനത്തിൽ, അറിവ് രൂപങ്ങളിൽ ആനുപാതികവും മതിയായവുമായിട്ടുള്ള പ്രാതിനിധ്യം ജനവിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന ഒന്നായി ജനാധിപത്യത്തെ വികസിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ജനാധിപത്യത്തെ ഒരു സാമൂഹ്യ സാംസ്കാരിക പ്രക്രിയയായി, ഒരു രാഷ്ട്രീയ സംസ്കാരമായി നമ്മൾ വികസിക്കുന്നു. അങ്ങനെ മാറുമ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത് പ്രാതിനിധ്യ ജനാധിപത്യവും അത് ഉൾക്കൊള്ളൽ ജനാധിപത്യവുമായി മാറും. റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി ആൻഡ് ഇൻക്ലൂസീവ് ഡെമോക്രസി. പ്രാതിനിധ്യ ജനാധിപത്യവും ഉൾക്കൊള്ളൽ ജനാധിപത്യവുമായി അത് മാറുമെന്നുള്ളതാണ്. അങ്ങനെ മാറുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവെന്നറിയപ്പെടുന്ന, ഇന്ത്യൻ ഭരണഘടനയെ
താത്വികമായി ദാർശനികമായി അതിനെ രൂപപ്പെടുത്തുകയും അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്ത ഡോക്ടർ ബി ആർ അംബേദ്കർ ജനാധിപത്യത്തെക്കുറിച്ച് ഒരു നിർവചനം നൽകിയിട്ടുണ്ട്. ഡെമോക്രസി ഈസ് എ വേ ഓഫ് ലൈഫ് എന്ന്. ജനാധിപത്യം ഒരു ജീവിത സംസ്കാരമാണ്. ഇറ്റ് ഈസ് ആൻ അസോസിയേറ്റഡ് ലൈഫ്. പാരസ്പര്യപ്പെട്ടിരിക്കുന്ന ഒരു ജീവിതമാണത്. അസോസിയേറ്റഡ് ലൈഫ്, പാരസ്പര്യപ്പെട്ടിരിക്കുന്ന ജീവിതമാണ്. ഇറ്റ്സ് എ റെവറൻസ് ആൻഡ് റെസ്പെക്ട് ടുവേഴ്സ് ഫെലോ മെൻ. റെവറൻസ് ആൻഡ് റെസ്പെക്ട് ടുവേഴ്സ് ഫെലോ മെൻ, സഹജീവികളോട്, മറ്റ് മനുഷ്യനോട് ബഹുമാനവും ആദരവുമുള്ള ജീവിതം, ഇടപാടുകൾ, ജീവിതം നിലനിർത്തുന്ന ഒരു ജീവിത സംസ്കാരമാണ് ജനാധിപത്യം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു നിർവചനമാണ് ജനാധിപത്യത്തെക്കുറിച്ച് അംബേദ്കറുടെ നിർവചനം എന്ന് പറയുന്നത്. ആദരവും ബഹുമാനത്തോടു കൂടി മറ്റുള്ള മനുഷ്യനോട് സാമൂഹ്യ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ജീവിത സംസ്കാരമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അതൊരു ഉൾക്കൊള്ളൽ ജനാധിപത്യമായി മാറുകയും അത് നീതി ജനാധിപത്യമായി മാറും. ജനാധിപത്യത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് നീതിയാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നത് രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായ നീതിയാണ്. നീതിയെക്കുറിച്ച് വിപുലമായ ആശയമാണ്, വിപുലമായ സങ്കല്പമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായ നീതിയാണ്. അങ്ങനെ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നീതി എന്ന് പറയുന്നത് ഒരു തുല്യതയുള്ള നീതിയായി മാറും. ഇക്വാളിറ്റി എന്ന് പറയും ഭരണഘടനയിൽ. ഇക്വാളിറ്റി, തുല്യതയും തുല്യ അവസരങ്ങളെക്കുറിച്ച്, ഇക്വാളിറ്റി ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി, തുല്യതയും തുല്യ അവസരവും നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ നീതിബദ്ധമായ ഒരു സാമൂഹിക ജീവിതം, നീതിബദ്ധമായിട്ടുള്ള ഒരു നൈതികമായ ഒരു ജനാധിപത്യ പ്രക്രിയയായി നമ്മുടെ ജനാധിപത്യം മാറണം. അപ്പം നീതിയും തുല്യതയും ഉണ്ടെങ്കിൽ മാത്രമേ ജനാധിപത്യം എന്ന് പറയുന്നത് ഉൾക്കൊള്ളൽ സ്വഭാവമുള്ള, പ്രാതിനിധ്യ സ്വഭാവമുള്ള ജനാധിപത്യ പ്രക്രിയയായിട്ട് മാറുകയുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ ഇഗാലിറ്റേറിയൻ ഡെമോക്രസിയാണ് ഇന്ത്യയെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട ജനാധിപത്യ ആശയം. ഇഗാലിറ്റേറിയൻ ഡെമോക്രസിയാണ്, തുല്യതാ ജനാധിപത്യമാണ്. തുല്യതയില്ലെങ്കിൽ ജനാധിപത്യത്തിന് നിലനിൽക്കാൻ പറ്റില്ല. വളരെ അസമത്വബദ്ധമായൊരു സമൂഹത്തിലാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനത്തെ, ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ജീവിത സംസ്കാരത്തെ, ജനാധിപത്യം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയെ വളരെ അസമത്വബദ്ധമായൊരു സമൂഹത്തിലേക്കാണ് നമ്മൾ ഇറക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ടോപ്പ് ഡൗൺ ഡ്രസ്സിങ് പ്രോസസ്സാണ്, ഒരു ഉടയാടയാണ്. അസമത്വബദ്ധമായൊരു സമൂഹത്തിൻ്റെ മേൽ പുതപ്പിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ ഉടയാടയാണ് ജനാധിപത്യം എന്ന് അംബേദ്കർ നിർവചിക്കുകയുണ്ടായി, വിവക്ഷിക്കുകയുണ്ടായി. അപ്പോൾ ഉടയാട മാത്രമായിട്ട് നിൽക്കും നീതിയില്ലെങ്കിൽ ജനാധിപത്യം. ജനാധിപത്യം കേവലം നമ്മുടെ രാഷ്ട്ര ശരീരത്തിൽ, സാമൂഹ്യ ശരീരത്തിൽ അണിയിച്ചിരിക്കുന്ന ഒരു ഉടയാട മാത്രമായി, മുകളിൽ നിന്ന് താഴേക്ക് ഉടുപ്പിച്ചിരിക്കുന്ന ഉടയാട മാത്രമായി നിലനിൽക്കാതെ ജനാധിപത്യം ഒരു ജീവിത സംസ്കാരമായി, ജനാധിപത്യം പ്രാതിനിധ്യമായി, ജനാധിപത്യം നീതിയായി, ജനാധിപത്യം തുല്യതയായി മാറുമ്പോൾ മാത്രമാണ് നമ്മൾ ഒരു റാഡിക്കൽ ഡെമോക്രസി എന്ന് പറയുന്ന, ഒരു ഇഗാലിറ്റേറിയൻ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു തുല്യതാ ജനാധിപത്യമായി മാറുകയുള്ളൂ. ആ തുല്യതാ ജനാധിപത്യം ഉണ്ടായി വരണമെങ്കിൽ സമൂഹത്തിലെ വിഭവങ്ങൾ, വിദ്യാഭ്യാസം, വിഭവങ്ങൾ, മൂലധനം എന്നിവ എല്ലാ സാമൂഹ്യ വിഭാഗങ്ങൾക്കും തുല്യമായി പുനർവിതരണം നൽകുന്ന, എല്ലാ വിഭാഗങ്ങളും ഉറപ്പാക്കുന്ന, ഭൂമിയുടെ മേൽ, സമ്പത്തിൻ്റെ മേൽ, വിഭവങ്ങളുടെ മേൽ, വിദ്യാഭ്യാസത്തിൻ്റെ മേൽ എല്ലാ സ്ത്രീകൾക്കും, എല്ലാ സാമൂഹ്യ വിഭാഗങ്ങൾക്കും, പ്രത്യേകിച്ച് സാമൂഹികമായി നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട ജാതിയുടെ, ലിംഗത്തിൻ്റെ, വംശത്തിൻ്റെ, പ്രദേശത്തിൻ്റെ, മതത്തിൻ്റെ പേരിൽ പുറന്തള്ളപ്പെട്ട, സാമൂഹികമായി പുറന്തള്ളപ്പെട്ട, സോഷ്യലി എക്സ്ക്ലൂഡഡായ, സാമൂഹികമായി പുറന്തള്ളപ്പെട്ട എല്ലാ ജനവിഭാഗങ്ങൾക്കും തുല്യമായ രീതിയിൽ അവരുടെ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വിഭവങ്ങൾ അവരിലേക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയയായി ജനാധിപത്യം വികസിക്കണം. അങ്ങനെ വരുമ്പോഴാണ് തുല്യത എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയമായത്. അങ്ങനെയുള്ള തുല്യത എന്ന് പറയുന്നത് റാഡിക്കൽ ഇക്വാളിറ്റിയാണ്. വളരെ റാഡിക്കലായിട്ടുള്ള പരിവർത്തനാത്മകമായൊരു തുല്യതയാണ് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം. പെട്ടെന്ന് വിപ്ലവം വന്നെല്ലാം ശരിയാക്കി കളയാമെന്നുള്ളൊരു സങ്കല്പമല്ല. ഭരണപ്രക്രിയയിലൂടെ, നിയമനിർമ്മാണത്തിലൂടെ, ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് നിരന്തരമായ രാഷ്ട്രീയ ജനാധിപത്യ പ്രക്രിയയിലൂടെ ക്രമേണ തുല്യതയിലേക്ക് എത്തുന്ന ഒരു റാഡിക്കലായിട്ടുള്ള, ട്രാൻസ്ഫോർമേറ്റീവായിട്ടുള്ള, പരിവർത്തനാത്മകമായ തുല്യതയെക്കുറിച്ചുള്ള സങ്കല്പമാണ്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാനപരമായൊരു ട്രാൻസ്ഫോർമേറ്റീവ് ഡോക്യുമെൻ്റാണ്. സമൂഹത്തെ, സാമൂഹ്യ ബന്ധങ്ങളെ ഉടച്ചു വാർക്കുന്ന, പരിവർത്തിപ്പിച്ച് തുല്യതയും നീതിയും ജനാധിപത്യ പ്രക്രിയയും സാധ്യമാക്കുന്ന പരിവർത്തനാത്മകമായൊരു രേഖയാണ് ഇന്ത്യൻ ഭരണഘടന എന്നുള്ളത്. ആ ഭരണഘടനാധിഷ്ഠിതമായിട്ടുള്ള ജനാധിപത്യ പ്രക്രിയ ആയതുകൊണ്ട് റാഡിക്കൽ ഇക്വാളിറ്റി എന്ന് പറയുന്നത്, പരിവർത്തനാത്മകമായ തുല്യത സ്ഥാപിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ്.
ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ്. ഇപ്പോൾ സാമ്പത്തികവും സാമൂഹികവുമായ നീതി, സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്, നീതി സങ്കല്പം വിപുലമാണ്, ഉൾക്കൊള്ളൽ സ്വഭാവമുള്ള നീതിയാണ്. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ഉറപ്പാക്കുകയും ആ നീതി പ്രാതിനിധ്യത്തിലൂടെ പുറന്തള്ളപ്പെട്ട ആളുകൾക്ക് നിയമപരമായി തന്നെ ഭരണഘടനാപരമായി തന്നെ അഫിർമേറ്റീവ് പോളിസീസ് എന്ന് പറയും. നമ്മൾ സംവരണം എന്ന് പറയുന്നു, സ്ത്രീകൾക്ക് സംവരണം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സംവരണം, ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം എന്നിവ ഏർപ്പെടുത്തിയിരിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ അതിജീവനത്തിന് വേണ്ടിയാണ്. കുറച്ച് ആളുകൾക്ക് പ്രത്യേകമായി സംവരണം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? എങ്കിൽ മാത്രമേ ഉൾക്കൊള്ളൽ സ്വഭാവമുള്ള നീതിയിൽ അധിഷ്ഠിതമായ തുല്യതയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ നമുക്ക് നിർമ്മിക്കാൻ പറ്റുകയുള്ളൂ, ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. കാരണം 2000 വർഷത്തെ അസമത്വത്തിൻ്റെ ചരിത്രമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. 2000 വർഷമായി ഭൂരിപക്ഷം വരുന്ന മനുഷ്യരെ മതത്തിൻ്റെ, ജാതിയുടെ, പ്രദേശത്തിൻ്റെ, ഫ്യൂഡൽ ബന്ധങ്ങളുടെ, മതത്തിൻ്റെ ഭാഗമായി പുറന്തള്ളി അടിച്ചമർത്തി നിർത്തിയ ഒരു രാജ്യമാണ് ഇന്ത്യ. സാമൂഹ്യ നീതിയില്ല, ഐക്യത്തിൻ്റെ, സാമൂഹികമായ അടിച്ചമർത്തലിൻ്റെ, ഫ്യൂഡലായിട്ടുള്ള മേൽക്കോയ്മയുടെ രൂപങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് സാമൂഹികമായ തുല്യത ഉറപ്പാക്കണമെങ്കിൽ പ്രത്യേകമായ അവകാശങ്ങൾ ഉറപ്പാക്കുന്ന, ഭരണഘടനാപരമായ രീതിയിൽ സംരക്ഷിക്കുന്ന നിയമങ്ങൾ എഫക്റ്റീവ് നടപ്പാക്കിക്കൊണ്ട് മാത്രമേ സാമൂഹ്യ നീതി സ്ഥാപിച്ചെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ സാമൂഹ്യ നീതി എന്ന് പറയുന്നത് പ്രാതിനിധ്യമാണ്. പ്രാതിനിധ്യം എന്ന് പറയുന്നത് ശരിയായ ജനാധിപത്യമാണ്. അപ്പോൾ പ്രാതിനിധ്യ ജനാധിപത്യത്തിലൂടെയും സാമൂഹ്യനീതി സങ്കല്പത്തിലൂടെയും ഉൾക്കൊള്ളൽ ജനാധിപത്യമായി വികസിച്ചുകൊണ്ട് ഒരു ഇഗാലിറ്റേറിയൻ ഡെമോക്രസി എന്ന് പറയുന്നത്, ഇഗാലിറ്റേറിയൻ സമതാ ജനാധിപത്യം എന്ന് പറയും. അങ്ങനെ വരുമ്പോഴാണ് ഭരണഘടന തന്നെ ഒരു വിപ്ലവകരമായ രേഖയായി മാറും. ഭരണഘടന ഒരു വിപ്ലവകരമായ രേഖയാണ്, അതൊരു നാഷണൽ ഡോക്യുമെൻ്റാണ്, ഒരു ട്രാൻസ്ഫോർമേറ്റീവ് കോൺസ്റ്റിറ്റ്യൂഷനാണ്, എ റെവല്യൂഷണറി ഇൻറ്റൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയ്ക്ക് വിപ്ലവകരമായ ലക്ഷ്യമുണ്ട്. ഭരണഘടന ഭരിക്കുവാനുള്ള ചട്ടങ്ങളും വകുപ്പുകളും മാത്രമല്ല. ഭരണഘടന കുറേ ആളുകൾക്ക്, ഞാൻ ആദ്യം പറഞ്ഞ ഭരണക്കാരെന്ന് പറഞ്ഞ ആളുകൾക്ക്, ഭരിക്കുന്ന ആളുകൾക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക്, അല്ലെങ്കിൽ ഭരണത്തിൽ പങ്കാളിത്തം കിട്ടിയ ആളുകൾക്ക് ജനങ്ങളെ ഭരിക്കുവാനുള്ള ചട്ടങ്ങളും വകുപ്പുകളും മാത്രമല്ല ജനാധിപത്യം, ഈ ഭരണഘടന എന്ന് പറഞ്ഞാൽ തുല്യത സ്ഥാപിച്ചെടുക്കുവാനുള്ള, പ്രാതിനിധ്യം ഉറപ്പാക്കാനുള്ള, തുല്യ പങ്കാളിത്തം സ്ഥാപിച്ചെടുക്കുവാനുള്ള ഒരു പരിവർത്തനാത്മകമായ ഒരു രേഖയാണ്. അതൊരു ദേശീയ രേഖയാണ്. അങ്ങനെ വരുമ്പോൾ ഭരണഘടനാപരമായ വിപ്ലവകരമായ രേഖയാണ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവകരമായിട്ടുള്ള ഡോക്യുമെൻ്റാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. കാരണം ഇത്ര വിപുലമായ ഒരു ഭൂപ്രദേശത്തെ, വൈവിധ്യങ്ങളുള്ള ഒരു ഭൂപ്രദേശത്തെ, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യത്തെ എല്ലാ മനുഷ്യർക്കും ആനുപാതികവും മതിയായതുമായ പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് ജനാധിപത്യ പ്രക്രിയയിലൂടെ രാജ്യത്തെ നീതിയിലും തുല്യതയിലും അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പ്രക്രിയയായി, അതിനെ ഒരു രാഷ്ട്രീയ സംസ്കാരമായി വികസിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിത്തറ. അതിൻ്റെ ആ അടിത്തറ ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന സങ്കല്പമാണ് ഇഗാലിറ്റേറിയൻ ഡെമോക്രസി എന്ന് പറയുന്നതും ഈ സാമൂഹ്യനീതി എന്ന് പറയുന്ന സങ്കല്പവും. അപ്പോൾ തുല്യതാ ജനാധിപത്യവും സാമൂഹ്യനീതി സങ്കല്പവും വരുമ്പോഴാണ് നമ്മുടെ പ്രാതിനിധ്യ ജനാധിപത്യവും പങ്കാളിത്ത ജനാധിപത്യവുമായി ഉൾക്കൊള്ളൽ ജനാധിപത്യം വികസിക്കുന്നത് എന്നുള്ളതാണ്. ആ ഉൾക്കൊള്ളൽ ജനാധിപത്യത്തിൻ്റെ അടിത്തറയായി നിൽക്കുന്നത് ജനസമൂഹങ്ങൾ തമ്മിലുള്ള മൈത്രിയുടെയും അനുകമ്പയുടെയും അടിസ്ഥാനത്തിൽ, ജനസമുദായങ്ങൾ തമ്മിൽ മൈത്രി ഉണ്ടാവുക, അനുകമ്പയുണ്ടാവുക, സാമൂഹ്യ പാരസ്പര്യം ഉണ്ടാവുക. ആ പാരസ്പര്യ സങ്കല്പത്തെയാണ് നാരായണ ഗുരു സാഹോദര്യത്വം എന്ന് പറയുന്നത്. അതാണ് ഫ്രഞ്ച് റവല്യൂഷനിൽ സാഹോദര്യത്വം എന്ന സങ്കല്പവും ഇന്ത്യയിലെ കീഴാള നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന സാഹോദര്യത്വം എന്ന സങ്കല്പവും കൂടിച്ചേർന്ന വിപുലമായൊരു സാഹോദര്യ സങ്കല്പമായി അത് ഇന്ത്യൻ ഭരണഘടനയിലും നമ്മുടെ ജനാധിപത്യ സംസ്കാരത്തിൻ്റെയും അടിത്തറയായി നിലനിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പ്രാതിനിധ്യം എന്തായിരിക്കണം? പ്രാതിനിധ്യം തുല്യതയ്ക്ക് ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു സങ്കല്പമാണ്. അമിതമായ പ്രാതിനിധ്യം ജനാധിപത്യത്തിന് അപകടകരമായൊരു കാര്യമാണ്. ചില പ്രത്യേക സാമുദായിക വിഭാഗങ്ങൾ ചരിത്രപരമായി ഇവിടെ അമിതമായ അധികാരം കുത്തകയാക്കി വെച്ചിരിക്കുന്നു. രാഷ്ട്രീയത്തിൽ, അധികാരത്തിൽ, സമ്പത്തിൽ, വിജ്ഞാനത്തിൽ, അറിവ് രൂപങ്ങളിൽ എല്ലാം അമിതമായ പ്രാതിനിധ്യം ചില പ്രത്യേക സാമുദായിക വിഭാഗങ്ങൾക്കും പ്രത്യേകമായ ഗ്രൂപ്പുകൾക്കും ഉണ്ടാവുകയും അവർ രാഷ്ട്രീയ അധികാരം ഒളിഗാർക്കുകളായി നിയന്ത്രിക്കുന്നു. ഒളിഗാർക്ക് കുറേ ന്യൂനപക്ഷം ആളുകൾ, കുറച്ച് വ്യക്തികൾ, ചില പ്രത്യേക സമുദായത്തിൽ കുറച്ച് വ്യക്തികൾ രാഷ്ട്രീയ അധികാരം കൈയാളുകയും ആ രാഷ്ട്രീയ അധികാരം കൈയാളിക്കൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക ക്രമത്തെ തന്നെ അവർ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒളിഗാർക്കികളായി മാറുന്നു ജനാധിപത്യം എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചോളം വലിയ
ഇന്ത്യൻ ജനാധിപത്യ സംസ്കാരത്തിനെതിരായി, ജനാധിപത്യ പ്രക്രിയക്കെതിരായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയും. അപ്പോൾ അമിത പ്രാതിനിധ്യത്തെ കുറച്ചു കൊണ്ടുവരികയും പ്രാതിനിധ്യം കിട്ടാത്ത ആളുകൾക്ക് തുല്യ പ്രാതിനിധ്യവും മതിയായ പ്രാതിനിധ്യവും ഉറപ്പാക്കുന്ന ഒരു പ്രക്രിയയിലൂടെ മാത്രമേ നമുക്ക് ജനാധിപത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. ഈ സ്തംഭിക്കപ്പെട്ടു പോകാതെ, ജനാധിപത്യം സ്തംഭിക്കപ്പെട്ടതുപോലെ. അതുകൊണ്ടാണ് ജനാധിപത്യത്തിൻ്റെ അടിത്തറ പ്രാതിനിധ്യമായി മാറുകയും പ്രാതിനിധ്യമാണ് ജനാധിപത്യമെന്നും പ്രാതിനിധ്യമാണ് തുല്യാവകാശമെന്നും ഉള്ള അടിസ്ഥാനപരമായ ജനാധിപത്യ ആശയങ്ങൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം പ്രാതിനിധ്യക്കുറവിനെ പരിഹരിക്കുകയും അമിതമായ പ്രാതിനിധ്യത്തെ കുറച്ചു കൊണ്ടുവന്ന് തുല്യതയിൽ എത്തിക്കുന്ന ഒരു തുല്യതാ സങ്കല്പമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഇക്വാളിറ്റിയെക്കുറിച്ചുള്ള സങ്കല്പം. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഇക്വാളിറ്റിയെക്കുറിച്ചുള്ള സങ്കല്പം എന്ന് പറയുന്നത് റാഡിക്കൽ ഇക്വാളിറ്റിയാണ്. അമിതമായ പ്രാതിനിധ്യം ഏതൊക്കെ സാമൂഹ്യ വിഭാഗങ്ങൾ, ഏതൊക്കെ സമുദായ വിഭാഗങ്ങൾ രാഷ്ട്രീയത്തിൽ, അധികാരത്തിൽ, സമ്പത്തിൽ, സാംസ്കാരിക മൂലധനങ്ങൾ, അറിവ് രൂപങ്ങളിൽ, ഇതെല്ലാം അമിതമായ പ്രാതിനിധ്യം ചില വിഭാഗങ്ങൾക്ക് കുത്തകയായി നിലനിർത്തുന്ന ആ ഒളിഗാർക്കിക്കലായിട്ടുള്ള മൊണോപ്പൊളിസ്റ്റിക് സിസ്റ്റത്തെ പരിഹരിച്ചുകൊണ്ട് അതിനെ കുറച്ചു കൊണ്ടുവന്ന് പ്രാതിനിധ്യമില്ലാത്ത സ്ത്രീകൾക്ക്, ഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾക്ക്, ന്യൂനപക്ഷങ്ങൾക്ക്, സാമുദായികവും സാമൂഹികവുമായി പുറന്തള്ളപ്പെട്ട സാമൂഹിക വിഭാഗങ്ങൾക്ക്, അടിച്ചമർത്തപ്പെട്ട ആളുകൾക്ക്, സമുദായങ്ങൾക്ക് അവർക്ക് ആനുപാതികമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന ഒരു പ്രക്രിയയിലൂടെ, ആ പ്രാതിനിധ്യ പ്രക്രിയയാണ് ഇക്വാളിറ്റിയിലേക്ക്, ഗ്രാജുവലായി നിങ്ങൾ ഇക്വാളിറ്റിയിലേക്ക്, തുല്യതയിലേക്ക് കൊണ്ടുവരുന്നത്. ആ തുല്യതാ സങ്കല്പമാണ് റാഡിക്കൽ ഇക്വാളിറ്റി എന്ന് പറയുന്നത്. ആ റാഡിക്കൽ ഇക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഡെമോക്രസിയെ ഒരു ഇഗാലിറ്റേറിയൻ ഡെമോക്രസിയായി, ഒരു തുല്യതാ ജനാധിപത്യമായി നമ്മൾ നിലനിർത്തുന്നത്. ഏതായാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കാം. അപ്പോൾ സാമൂഹ്യ നീതി ജനാധിപത്യവും ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ, വേറൊരുത്തൽ പറഞ്ഞ നമ്മുടെ സാമൂഹിക ജനാധിപത്യത്തെ, സോഷ്യൽ ഡെമോക്രസിയെ സാമൂഹിക നീതി ജനാധിപത്യമായി മനസ്സിലാക്കുകയും അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമ്മുടെ രാഷ്ട്രീയ ജനാധിപത്യത്തെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുള്ളൂ. സാമൂഹിക നീതിയെ നിലനിർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് രാഷ്ട്രീയ ജനാധിപത്യത്തെ നിലനിർത്താൻ പറ്റൂ. രാഷ്ട്രീയ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അത് ചില പാർലമെൻ്ററി സിസ്റ്റത്തിലൂടെ, ഭരണ സംവിധാനത്തിലൂടെ, ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട് സ്ഥാപനങ്ങളുടെ നിലനിർത്തുന്ന ഒന്നാണ്. തെരഞ്ഞെടുപ്പ്, രാഷ്ട്രീയ പാർട്ടികൾ, തെരഞ്ഞെടുപ്പ് പ്രക്രിയ, പാർലമെൻ്ററി പ്രോസസ്സ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലൂടെ നിലനിൽക്കുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പൊളിറ്റിക്കൽ ഡെമോക്രസി. അപ്പോൾ സാമൂഹിക നീതിയും തുല്യതയും മതിയായ പ്രാതിനിധ്യവും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ഇന്ത്യയിൽ ജനാധിപത്യം നിലനിർത്തുകയുള്ളൂ. ഇല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷ മതവാദമായി, ചില ഒളിഗാർക്കുകളുടെ രാഷ്ട്രീയ അധികാരമായി ജനാധിപത്യത്തെ അട്ടിമറിക്കും, ജനാധിപത്യത്തെ ഇല്ലാതാക്കുമെന്നുള്ളതാണ്. അപ്പം ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് എല്ലാ പൗരന്മാരുടെയും ഉത്തരവാദിത്തമാണ്. അടിസ്ഥാനപരമായി എല്ലാ പൗരന്മാരുടെ ഉത്തരവാദിത്തമാണ് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നത്. കുറച്ച് രാഷ്ട്രീയ പാർട്ടികളുടെയോ പാർലമെൻറ്റിൽ കുറച്ച് MP-മാരുടെ മാത്രം ഉത്തരവാദിത്തമല്ല. എല്ലാ പൗരന്മാരുടെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തെ, രാഷ്ട്രീയ ജനാധിപത്യത്തെ നിലനിർത്തുക എന്നുള്ള. ഈ രാഷ്ട്രീയ ജനാധിപത്യം നിലനിർത്തണമെങ്കിൽ സാമൂഹ്യ നീതിയിലും പ്രാതിനിധ്യത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ജനാധിപത്യ പ്രക്രിയയെ സംരക്ഷിച്ചുകൊണ്ട് പ്രാതിനിധ്യമില്ലാത്ത വിഭാഗങ്ങൾക്ക്, സമുദായങ്ങൾക്ക്, സാമൂഹിക വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന പ്രക്രിയയിലൂടെ ഇത് നിലനിർത്തുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇലക്ട്രൽ ഡെമോക്രസി എന്ന് പറയുന്നത്, പ്രാതിനിധ്യ ജനാധിപത്യത്തിൽ ഇലക്ട്രൽ ഡെമോക്രസിയെയും സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇലക്ട്രൽ ഡെമോക്രസി ഇപ്പോൾ എത്തി നിൽക്കുന്ന വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇലക്ട്രൽ ഡെമോക്രസി ഇലക്ട്രൽ ഓട്ടോക്രസിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇലക്ട്രൽ ഓട്ടോക്രസിയാണ്. തെരഞ്ഞെടുപ്പുകളിലൂടെ നമ്മൾ ആദർശാത്മകമായ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഭരണാധികാരികൾ, ഭരണ സംവിധാനം ഉണ്ടാകുമെന്ന് കരുതി നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വിടുന്ന ആളുകൾ ഭൂരിപക്ഷവാദത്തിൻ്റെ, മതരാഷ്ട്രവാദത്തിൻ്റെ, ചില ക്ലിക്കുകളുടെ, ചില ഒളിഗാർക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കുകയും ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ തന്നെ രാഷ്ട്രീയ ജനാധിപത്യത്തെ അട്ടിമറിക്കുകയും ഒളിഗാർക്കിക്കലായിട്ടുള്ള ഭരണ സംവിധാനങ്ങൾ നിലനിർത്തുകയും അങ്ങനെ ഇലക്ട്രൽ ഓട്ടോക്രസിയിലേക്ക് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ കൊണ്ടുപോവുകയും ചെയ്യും. ആ ഇലക്ട്രൽ ഓട്ടോക്രസിയുടെ ഒരു സ്വഭാവം ഭൂരിപക്ഷവാദവും മതരാഷ്ട്രവാദവുമാണ്. അപ്പോൾ അതിനെ പ്രതിരോധിക്കണമെങ്കിൽ ജനാധിപത്യം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഇന്ത്യൻ ജനങ്ങളിൽ നിക്ഷിപ്തമാകിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്യമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനപരമായ കടമ ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം ഇന്ത്യൻ ഭരണഘടന ഒരു മൂല്യവ്യവസ്ഥ എന്ന രീതിയിൽ, ഒരു രാഷ്ട്രീയ രേഖ എന്ന രീതിയിൽ അതിൻ്റെ ദാർശനികമായ ഉള്ളടക്കം, ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രീയമായ ഉള്ളടക്കം എന്ന് പറയുന്നത് ഒരു റെവല്യൂഷണറി ഇൻറ്റൻ്റാണ്, ഒരു വിപ്ലവാത്മകമായിട്ടുള്ള അതിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ്. കാരണം
അത് എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ഉറപ്പാക്കുന്നു, എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുന്നു, എല്ലാവർക്കും സാഹോദര്യ ജീവിതം അത് വാഗ്ദാനം ചെയ്യുന്നു. മാത്രവുമല്ല, ഇതെല്ലാം നടപ്പാക്കേണ്ടതും ചെയ്യേണ്ടതും ഉത്തരവാദിത്വം ജനങ്ങളിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് തുല്യത വേണോ? നിങ്ങൾക്ക് നീതി വേണോ? നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണോ? നിങ്ങൾക്ക് പ്രാതിനിധ്യം വേണോ? അത് നിങ്ങളിൽ തന്നെ നിക്ഷിപ്തമാണ്. അതാണ് ഭരണഘടന. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഇന്ന് ഈ ദിവസം ഞങ്ങളൊരു മതേതര ജനാധിപത്യ സ്ഥിതി സമത്വ ഒരു റിപ്പബ്ലിക്കാണ് എന്ന് നമ്മളതിന് തീരുമാനിച്ചിട്ട് ഈ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നിരിക്കുന്ന നീതി, തുല്യത, തുല്യാവസരം, സ്വാതന്ത്ര്യം, മതേതരത്വം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുമെന്ന് നമ്മളിൽ തന്നെ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന രേഖയാണ്. ലോകത്തിൽ ഒരു ഭരണഘടനയും ഇത്ര വിപ്ലവകരമായ ലക്ഷ്യത്തോടു കൂടി ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളാൽ തന്നെ തീരുമാനിച്ച് ജനങ്ങളിൽ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രേഖയില്ല. അതുകൊണ്ട് തന്നെ പരമാധികാരം, ഇത് നടപ്പാക്കാനുള്ള പരമാധികാരം, ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനുള്ള ഇച്ഛ, അത് ജനങ്ങളുടെ പരമാധികാരമായി അവർക്ക് തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ദേശീയ രേഖയാണ് ഭരണഘടന. ആ ഭരണഘടനയെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ജനാധിപത്യത്തെ സംരക്ഷിക്കുവാനും ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമായി മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് കഴിയൂ എന്ന് അറിയിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.